ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ LP-UP സ്പെഷ്യൽ റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടോപ്പിക്ക് നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ടോപ്പിക്കിൽ വരുന്ന മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞവർക്ക് തീർച്ചയായും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ താഴെ ഒരു ലൈക്ക് നിങ്ങൾ ഇടുക. നിങ്ങളുടെ വിലയേറിയ കമൻസും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു ജേണിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. എന്തായിരുന്നു അതിന് കാരണം? നമുക്കറിയാം, എന്താണ്, വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ തിരുവിതാംകൂറിലെ ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങൾക്കൊക്കെ എന്താണ്, തമിഴ് ബ്രാഹ്മണരെ ഇറക്കുമതി ചെയ്യുന്ന സർക്കാർ നയങ്ങളോട് നാട്ടിലെ വിദ്യാസമ്പന്നർ നടത്തിയ ഒരു എതിർപ്പാണ് മലയാളി മെമ്മോറിയലിൻ്റെ രൂപത്തിൽ വന്നത്. അതായത് ഈ തിരുവിതാംകൂറുകാരല്ലാത്തവർക്ക് എന്താണ്, നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ളവർ ഉണ്ടായിരിക്കെ തന്നെ തമിഴ് ബ്രാഹ്മണർക്ക് അവർ സർക്കാർ മുൻഗണന, അതായത് നമ്മുടെ സർക്കാർ സർവീസിൽ മുൻഗണന നൽകിയതിൽ പ്രതിഷേധിച്ചിട്ടാണ് നമ്മുടെ ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂറുകാരല്ലാത്തവരെ സർക്കാർ സർവീസിൽ മുൻഗണന നൽകിയതിൽ പ്രതിഷേധിച്ച് നമ്മുടെ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുവാണെങ്കിൽ നമുക്കറിയാം, 1882 തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ, അല്ലെങ്കിൽ ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജ് എന്നറിയപ്പെടുന്ന കോളേജിൽ നിന്നും 3 വിദ്യാർത്ഥികളെ പുറത്താക്കിയിരുന്നു. അത് ആരൊക്കെയായിരുന്നു? നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ബാരിസ്റ്റർ GP പിള്ള, നമുക്കറിയാം G പരമേശ്വര പിള്ള, അല്ലെങ്കിൽ ബാരിസ്റ്റർ GP പിള്ള, അതുപോലെ തന്നെ N രാമൻ പിള്ള, അതുപോലെ തന്നെ R രംഗറാവു തുടങ്ങിയവരെയാണ് പുറത്താക്കിയിട്ടുള്ളത്. അപ്പോൾ ചരിത്രം നമുക്കറിയാം. എന്തായിരുന്നു ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്? ഉന്നത ജോലികൾക്ക് തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഉന്നത ജോലികൾ വിദേശീയർക്ക് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശീയർ ഉണ്ടായിരിക്കെ തന്നെ തമിഴ് ബ്രാഹ്മണർക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ആ ഒരു നിലപാടിൽ നിന്നും ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക്, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണമെന്ന ആവശ്യത്തോടു കൂടി നമ്മുടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച ഒരു നിവേദന രൂപമാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇത് സമർപ്പിക്കപ്പെട്ടത് 1891 ജനുവരി 1 തീയതിയാണ്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഇതിലാകെ 10,028 പേരാണ് ഒപ്പുവെച്ചത്. 10,028 പേരുടെ ഒപ്പോട് കൂടിയിട്ടുള്ള ഒരു ഹർജിയായിരുന്നു ഈ മലയാളി മെമ്മോറിയൽ. അതുപോലെ തന്നെ ഇത് സമർപ്പിച്ചത് ആർക്കാണ്? ഇത് സമർപ്പിച്ചത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് നമ്മൾ ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്, ആ ചരിത്രം പരിശോധിച്ചപ്പോൾ തന്നെ നമുക്കറിയാം, ബാരിസ്റ്റർ GP പിള്ളയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് GP പിള്ള, അല്ലെങ്കിൽ G പരമേശ്വര പിള്ള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യമാണ് നമ്മുടെ മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. അതുപോലെ തന്നെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ബാരിസ്റ്റർ GP പിള്ള. അദ്ദേഹം ഒരു ലഘുലേഖ എഴുതിയായിരുന്നു അല്ലേ. ഓക്കെ, ഈ മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠപിള്ള. ആരൊക്കെയാണ്? KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠപിള്ള. അതുപോലെ തന്നെ നമ്മുടെ മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നത് ടി രാമറാവു ആണ്. ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാനായിരുന്നത് ടി രാമറാവു ആയിരുന്നു. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണ്? സി
വി രാമൻപിള്ളയായിരുന്നു. അദ്ദേഹമാണ് ഈ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. സി വി രാമൻപിള്ള. നമുക്കറിയാം കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി വി രാമൻപിള്ള. സി വി രാമൻപിള്ളയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ എഴുതിയത് ആരാണ്? അത് സി വി രാമൻപിള്ളയാണ് അല്ലേ. അപ്പോൾ മലയാളി മെമ്മോറിയലും എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ളയാണ്. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ ഒരു പത്രമുണ്ട്. പത്രത്തിന്റെ പേരാണ് മിതഭാഷി. ഏത് പത്രത്തിലാണ് സി വി രാമൻപിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ എഴുതിയത്? മിതഭാഷി പത്രത്തിലാണ്. ഓക്കെ. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട നമ്മുടെ സി വി രാമൻപിള്ള രചിച്ച ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേരാണ് വിദേശീയ മേധാവിത്വം. പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമോപദേശം നൽകിയത് നോർട്ടൻ ആണ്. അതുപോലെ തന്നെ ഈ മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ്. മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിന്റെ 125-ാം വാർഷികം ആചരിച്ചത് 2016 മലയാളി മെമ്മോറിയലിന്റെ 125-ാം വാർഷികം ആഘോഷിച്ചത് 2016. ഓക്കെ. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. എന്താണ് എതിർ മെമ്മോറിയൽ എന്ന് പറയുന്നത്? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് ശ്രീമൂലം തിരുനാൾ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഈ ഒരു ഹർജിയാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. കാരണം മലയാളി മെമ്മോറിയൽ ഇവർക്കെതിരെ വന്നപ്പോൾ അതിനെതിരെ വന്ന മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്ക് തന്നെയാണ്? നമ്മുടെ ശ്രീമൂലം തിരുനാളിനാണ്. ഇത് സമർപ്പിക്കപ്പെട്ട ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. 1891 ജൂൺ 3-നാണ്. 1891 ജൂൺ 3-നാണ്. ഈ എതിർ മെമ്മോറിയലിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇ രാമ അയ്യറും അതുപോലെ തന്നെ രാമനാഥൻ റാവുവും. ഓർത്ത് വെച്ചേക്കണം. ഇ രാമ അയ്യറും രാമനാഥൻ റാവുവും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈഴവ മെമ്മോറിയലിനെ കുറിച്ചാണ്. എന്തായിരുന്നു ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ? തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മറ്റൊരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഈ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ പൽപ്പു അല്ലെ. അപ്പൊ ഈഴവ മെമ്മോറിയലും ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കപ്പെട്ടത്. അതായത് തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുവാനായിട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഒരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. സമർപ്പിക്കപ്പെട്ട ഡേറ്റ് ഓർത്ത് വെച്ചോണം. 1896 സെപ്റ്റംബർ 3. അതായത് 1896 സെപ്റ്റംബർ 3-നാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈ ഈഴവ മെമ്മോറിയൽ അതിൽ ഒപ്പുവെച്ച ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 13,176 മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് എത്ര പേരായിരുന്നു? 10,028 പേരായിരുന്നു അല്ലേ. അപ്പോൾ ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? 13,176 പേരാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. ഇതിന് നേതൃത്വം കൊടുത്തത് ഞാൻ പറഞ്ഞായിരുന്നു ഡോക്ടർ പൽപ്പു ആണല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. 1900-ലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഈ രണ്ടാം ഈഴവ മെമ്മോറിയൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തിയും ആര് തന്നെയാണ്? നമ്മുടെ ഡോക്ടർ പൽപ്പു തന്നെയാണ്. അത് ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? നമ്മുടെ കഴ്സൺ പ്രഭുവിനാണ് അത് സമർപ്പിക്കപ്പെട്ടത്. ഈ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നത് ശങ്കര സുബ്ബയ്യയാണ്. ആരാണ്? ശങ്കര സുബ്ബയ്യയാണ്. നമ്മൾ പഠിച്ചായിരുന്നു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ദിവാൻ ആരായിരുന്നു? അത് ടി രാമറാവു ആയിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ്? ദിവാൻ ശങ്കര സുബ്ബയ്യ. ആരാണ്? ദിവാൻ ശങ്കര സുബ്ബയ്യയാണ്. അതുപോലെ തന്നെ മറ്റൊരു മെമ്മോറിയൽ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, യഹൂദ മെമ്മോറിയൽ. ഇത് കൊച്ചി രാജാവിനാണ് യഹൂദ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അതിൻ്റെ വർഷം കൂടി ഒന്ന് പഠിച്ചു വെക്കുക, 1817. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് റിവിഷൻ ക്ലാസ് ആയിരുന്നു. ഈ റിവിഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്